മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടോൺ എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ സ്കിൻ അണ്ടർ ടോൺ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ ടൈപ്പ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഞാൻ ഐക്കാർട്ടിൽ കൊടുക്കുക, അത് നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടോൺ, നമ്മുടെ സ്കിൻ ടോൺ അല്ലെങ്കിൽ സ്കിൻ അണ്ടർ ടോൺ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. സ്കിൻ ടോൺ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അത് ഒരുപാട് കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിൻ ടോൺ എന്താണ്, സ്കിൻ അണ്ടർ ടോൺ എന്താണെന്ന് നമ്മൾ അറിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. അത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് മേഘാവണി എന്നാണ്, ഇത് നമ്മുടെ പുതിയ ചാനലാണ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ സ്കിൻ ടോൺ കണ്ടുപിടിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ നിങ്ങളുടെ സ്കിൻ ടോൺ അറിയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ അണ്ടർ ടോൺ എന്തിനാണ് അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്, ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേരുന്ന കളർ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കിൻ അണ്ടർ ടോൺ അല്ലെങ്കിൽ സ്കിൻ ടോൺ ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചേരുന്ന കളർ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങളൊരു ജ്വല്ലറി സെലക്ട് ചെയ്യുന്ന സമയത്ത്, ജ്വല്ലറി എന്ന് പറയുമ്പോൾ ഗോൾഡ് ജ്വല്ലറി ഉണ്ട്, അതുപോലെ സിൽവർ ജ്വല്ലറി ഉണ്ട്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ജ്വല്ലറീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് ജ്വല്ലറിയാണ് നിങ്ങൾക്ക് സ്യൂട്ട് ആവുക അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടോൺ അല്ലെങ്കിൽ സ്കിൻ അണ്ടർ ടോൺ എന്താണെന്ന് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ നിങ്ങളിപ്പോൾ ഹെയർ കളർ ചെയ്യാൻ വേണ്ടി പോവാണ്, അപ്പം നിങ്ങൾക്ക് ചേരുന്ന ചിലവർ ഹെയർ കളർ ചെയ്തിട്ട് കൊളായി പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. അതായത് അവർക്ക് ചേരുന്നുണ്ടാവില്ല, ചിലപ്പോൾ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് സ്യൂട്ട് ആയിട്ടുള്ള കളർ ആയിരിക്കും എന്ന് വിചാരിച്ച് ചെയ്യും, പക്ഷെ നല്ല അബദ്ധമായിട്ട് മാറും. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടോൺ അല്ലെങ്കിൽ സ്കിൻ അണ്ടർ ടോൺ ഏതാണെന്ന് കറക്റ്റ് അറിയാതെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്ന ഒരു കളർ പോയിട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സംഭവം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ ലെൻസ് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ലെൻസാണ് നിങ്ങൾക്ക് കൂടുതൽ ചേരുക, ഏത് ലെൻസ് വെച്ച് കഴിഞ്ഞാലാണ് ഭംഗി ഉണ്ടാവുക എന്നൊക്കെ നിങ്ങൾ ഈ സ്കിൻ ടോൺ അല്ലെങ്കിൽ സ്കിൻ അണ്ടർ ടോൺ അറിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. പിന്നെ മെയിനായിട്ട് നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൗണ്ടേഷൻ ഷെയ്ഡ് സെലക്ട് ചെയ്യുമ്പോൾ പലർക്കും എന്താണ് അവർക്ക് ചേരുന്ന ഫൗണ്ടേഷൻ ഷെയ്ഡ് അല്ല കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ ഫൗണ്ടേഷൻ ഷെയ്ഡ് വാങ്ങാറില്ലേ, പക്ഷെ ഓർഡർ ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നുമായിട്ട് ഒട്ടും തന്നെ മാച്ച് ചെയ്യാത്ത, അല്ലെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക ഗ്രേ ആക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടോണിനേക്കാളും ഭയങ്കര വൈറ്റിഷ് ആയിട്ടുള്ള കളറൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടോൺ അല്ലെങ്കിൽ സ്കിൻ അണ്ടർ ടോൺ അറിയാതെയാണ് ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ സ്കിൻ അണ്ടർ ടോൺ ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേരുന്ന ഫൗണ്ടേഷൻ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അത് ഓൺലൈൻ ആണെങ്കിലും അല്ലെങ്കിൽ ഷോപ്പ് പോയി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് സ്കിൻ അണ്ടർ ടോൺ അറിഞ്ഞിരുന്നാലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് സ്കിൻ അണ്ടർ ടോൺ എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് സ്കിൻ ടോൺ ആണ്. സ്കിൻ ടോൺ എന്ന് പറയുന്നത് ജനറലി 3 ടൈപ്പാണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലൈറ്റ് ആണ്, മീഡിയം, പിന്നത്തത് ഡസ്കി. ഈ 3 ജനറൽ ആയിട്ടുള്ള സ്കിൻ ടോൺസ് എന്ന് പറയുന്നത്, ലൈറ്റും മീഡിയവും ഡസ്കി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കിൻ ടോൺ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോ ലൈൻ നോക്കിയിട്ട് കണ്ടുപിടിക്കാം. അതായത് നിങ്ങൾ ഫേസ് നല്ല ക്ലീൻ ആയി കഴുകിയ ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നാച്ചുറൽ ലൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോ ലൈൻ ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ സ്കിൻ ടോൺ എന്താണ്. ഈ സ്കിൻ ടോൺ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ സർഫസിലുള്ള കളറാണ്. അതായത് നമ്മൾ നേരെ ഒരാളെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കളറായിട്ടാണോ തോന്നുന്നത് അതാണ് അവരുടെ സ്കിൻ ടോൺ എന്ന് പറയുന്നത്, സ്കിന്നിന്റെ സർഫസ് കളർ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എപ്പോഴും ഒരേ കളർ ആവണമെന്നില്ല, ഇത് ചേഞ്ച് ചെയ്യാം. പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ എന്താ പറയാ അന്തരീക്ഷത്തിലെ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെന്താ കാലാവസ്ഥ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ ഒരു സ്കിൻ കളർ നമുക്ക് പലപ്പോഴും ചേഞ്ച് ആവും. കാരണം സർഫസിലുള്ള സ്കിന്നിന്റെ കളറല്ല, അപ്പം ഇത് എപ്പം വേണമെങ്കിലും ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ അണ്ടർ ടോൺ ആണ്. സ്കിൻ അണ്ടർ ടോൺ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴിയാണ് വെയിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ കൈ ഒബ്സർവ് ചെയ്യുക. കൈയിൻ്റെ എന്താ പറയുക വെയിൻസ്, ഞരമ്പുകൾ ഉണ്ടല്ലോ. അപ്പം ഈ കൈയിൻ്റെ ഞരമ്പ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഗ്രീൻ കളറാണ് നിങ്ങളുടെ കൈയുടെ ഞരമ്പ് കാണാൻ പറ്റുന്നത്, നല്ല ഗ്രീൻ ആയിട്ടുള്ള കളറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാം അണ്ടർ ടോൺ ആണ്. ഓക്കെ, അപ്പോൾ സ്കിൻ അണ്ടർ ടോൺസ് എന്ന് പറയുന്നത് 3 ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൂൾ അണ്ടർ ടോൺ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വാം അണ്ടർ ടോൺ, ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ന്യൂട്രൽ അണ്ടർ ടോൺ. ഈ 3 അണ്ടർ ടോൺസ് ആണ് മെയിൻ ആയിട്ടുള്ള സ്കിൻ അണ്ടർ ടോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വെയിൻ നോക്കുന്ന സമയത്ത് ഗ്രീൻ കളർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാം അണ്ടർ ടോൺ ഉള്ള ആളാണ്, നിങ്ങളുടെ സ്കിൻ അണ്ടർ ടോൺ എന്ന് പറയുന്നത് വാം കളറാണ്. ഇനി നിങ്ങൾ വെയിൻ നോക്കുന്ന സമയത്ത് ഒരു പേർപ്പിൾ കളർ കാണുകയാണ് അല്ലെങ്കിൽ ഒരു പേർപ്പിൾ ബ്ലൂ ഷെയ്ഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂൾ അണ്ടർ ടോൺ ഉള്ള ആളാണ്.
ഓക്കെ. ഇനി അതല്ല നിങ്ങളുടേതൊരു ഗ്രീൻ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീനും പ്രത്യേകിച്ച് ഇങ്ങനെ വെയിൻസിന് ഒരു കളറൊന്നും ഇല്ല, ഗ്രീൻ കളറും ഇല്ല അതുപോലെ ബ്ലൂ കളറും ഇല്ല, അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂട്രൽ അണ്ടർടോൺ ഉള്ള ആൾക്കാരാണ്. പിന്നെ സെക്കൻഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ അണ്ടർടോൺ അറിയാൻ വേണ്ടിയിട്ട് ടാൻ ടെസ്റ്റ് ആണ്. അതായത് നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വെയിലത്തൊക്കെ പോയി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് ടാൻ ആയിട്ടുണ്ട്, നമ്മൾ പറയില്ലേ കരിവാളിച്ചു പോയി എന്നൊക്കെ പറയില്ലേ, അതേപോലെ നന്നായിട്ട് ടാൻ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാം അണ്ടർടോൺ ഉള്ള ആളാണ്. ഇനി നിങ്ങളുടെ സ്കിന്ന് എന്താ പറയുക ബേൺ ആയിട്ടും ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക ഭയങ്കര ഡാർക്ക് ഷെയ്ഡ് അല്ലെങ്കിൽ കരിവാളിക്കല്ല ചെയ്തിട്ടുള്ളത്, പകരം നല്ല റെഡിഷ് ആയിട്ട് ഇങ്ങനെ ചുമന്നിരിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂൾ അണ്ടർടോൺ ഉള്ള ആളാണ്. ഇനി നിങ്ങൾക്ക് ബേണും ആയിട്ടുണ്ട് അതുപോലെ ടാനും, അതായത് നന്നായിട്ട് സ്കിൻ ബേൺ ആയിട്ടുണ്ട് അതുപോലെ ടാനും ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂട്രൽ അണ്ടർടോൺ ഉള്ള ആളാണ്. അപ്പൊ ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് ടാൻ ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സ്കിൻ അണ്ടർടോൺ ഏതാണ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ജ്വല്ലറീസ് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഒരു ഗോൾഡ് എന്താ പറയുക ഗോൾഡ് ജ്വല്ലറീസ് ഉണ്ടാവില്ലേ, ഗോൾഡ് ജ്വല്ലറീസ് എടുക്കുകയാണ്. അതായത് ഗോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം എന്നുള്ള രീതിക്കല്ല, നമുക്ക് ഓക്സിഡൈസ്ഡ് സിൽവർ ഓർണമെന്റ്സ് അതുപോലെ തന്നെ ഓക്സിഡൈസ്ഡ് ഗോൾഡ് ഓർണമെന്റ്സ് എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് ഗോൾഡ് കളർ വരുന്ന ഓർണമെന്റ്സ്, അതായത് ഇപ്പൊ നിങ്ങളൊരു മാലയോ ഒരു നെക്ലേസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കഴുത്തിലിട്ട് നോക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഗോൾഡ് ഓർണമെന്റ്സ് ആണ് അല്ലെങ്കിൽ ഗോൾഡ് കളറിലുള്ള ഒരു ചെയിൻ ആണ് നെക്ലേസ് ആണ് നിങ്ങൾ ഇട്ടിട്ടുള്ളത്, അത് നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളുടെ കഴുത്തിന് സ്യൂട്ട് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് വാം അണ്ടർടോൺ. അപ്പൊ എന്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വെയിൻ എന്ന് പറയുന്നത് ഗ്രീൻ കളറാണ്, ഞാൻ വാം അണ്ടർടോൺ ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലായിട്ടും ഗോൾഡ് കളറുള്ള ജ്വല്ലേഴ്സ് യൂസ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഒരു സ്കിൻ ടോണിന് ചേരുന്ന പോലെ തോന്നിയിട്ടുള്ളത്, എനിക്ക് സ്യൂട്ട് ആവുന്ന പോലെ തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങൾ സിൽവർ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സിൽവർ ജ്വല്ലേഴ്സ് ആണ് ഗോൾഡ് ജ്വല്ലേഴ്സിനേക്കാളും കൂടുതൽ ഭംഗിയുള്ളത്. നിങ്ങൾ നിങ്ങളുടെ നെക്കിലിടുന്ന സമയത്ത് സിൽവർ ഓർണമെന്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂൾ അണ്ടർടോൺ ഉള്ള ആളാണ്. ഇനി നിങ്ങൾക്ക് ഗോൾഡും ഓക്കെയാണ് അതുപോലെ സിൽവറും ഓക്കെയാണ്, രണ്ടും നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂട്രൽ അണ്ടർടോൺ ഉള്ള ആളാണ്. ഇപ്പൊ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡാണ് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് ചേരുന്നതായിട്ട് എനിക്ക് തോന്നാറുള്ളത്, കാരണം ഞാൻ വാം അണ്ടർടോൺ ഉള്ള ആളാണ്. അതുപോലെ തന്നെ എന്താ പറയാ ഓക്സിഡൈസ്ഡ് സിൽവർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മാച്ച് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നോർമലി പക്കാ സിൽവർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും സ്യൂട്ട് ആവാത്ത പോലെ തോന്നാറുണ്ട്. അതല്ല ഓക്സിഡൈസ്ഡ് സിൽവർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്യൂട്ട് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ അണ്ടർടോൺ ഏതാണെന്ന് അറിയാൻ വേണ്ടി. നെക്സ്റ്റ് എന്ന് പറയുന്നത് വൈറ്റ് പേപ്പർ ടെസ്റ്റ് ആണ്. വൈറ്റ് പേപ്പർ ടെസ്റ്റ് വെച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ സ്കിൻ അണ്ടർടോൺ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് നാച്ചുറൽ ലൈറ്റിൽ, വേറെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഒന്നും ഇല്ല, അതൊരു വൈറ്റ് പേപ്പർ എടുത്ത് ഒരു മിററിന്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ നോക്കുക, വൈറ്റ് പേപ്പറിലോട്ട് നോക്കിയിട്ട് നിങ്ങളുടെ സ്കിൻ ടോൺ നിങ്ങളുടെ ഫേസിലോട്ട് നോക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫേസ് ഒരു പിങ്ക് കൈൻഡ് ഓഫ് ഒരു കളറൊക്കെയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് നിങ്ങളുടെ ഫേസിലുള്ളതെന്നുണ്ടെങ്കിൽ, അതായത് ആ വൈറ്റ് പേപ്പർ നിങ്ങളുടെ സ്കിന്നിനോട് ചേർത്ത് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു പിങ്ക് കൈൻഡ് ഓഫ് കളറാണ് നിങ്ങളുടെ ഫേസിനുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂൾ അണ്ടർടോൺ ആണ്. അതല്ല നിങ്ങളുടെ ഫേസ് ഒരു യെല്ലോയിഷ് കൈൻഡ് ഓഫ് കളർ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാം അണ്ടർടോൺ ആണ്. ഇനി നിങ്ങളുടെ ഫേസ് പ്രത്യേകിച്ച് ഒരു കളറൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു ഗ്രേ ഒരു ഗ്രീൻ അങ്ങനത്തെ ഒരു ഗ്രേ കൈൻഡ് ഓഫ് ഒരു കളർ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഭയങ്കര ഒരു അണ്ടർടോൺ പോലത്തെ ഒരു ഷെയ്ഡ് ഒന്നും നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂട്രൽ അണ്ടർടോൺ ആണ്. ഇതാണ് വൈറ്റ് പേപ്പർ ടെസ്റ്റ്, അല്ലെങ്കിൽ വൈറ്റ് പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ സ്കിൻ അണ്ടർടോൺ ടെസ്റ്റ് ചെയ്യാന്നുള്ളതിന് ഒരു എക്സാമ്പിൾ. അപ്പൊ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ അണ്ടർടോൺ ഏതാണെന്ന് അറിയാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾ സ്കിൻ ടോൺ, അതായത് നിങ്ങളുടെ സ്കിൻ ടോൺ അതുപോലെ സ്കിൻ അണ്ടർടോൺ, ഇത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. സ്കിൻ ടോൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫേസിൽ നേരിട്ട് നമ്മൾ ഒരാളെ നോക്കുന്ന സമയത്ത് കാണുന്ന കളറാണ്, അതല്ല നമ്മുടെ സ്കിൻ അണ്ടർടോൺ എന്ന് പറയുന്നത്. കാരണം സ്കിൻ ടോൺ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ കുറേ കാലം നമ്മളിങ്ങനെ ഭയങ്കര വെയിലുള്ള ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ നന്നായിട്ട് നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും എപ്പോഴും ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലാണ്, കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സ്കിൻ ടോൺ എന്ന് പറയുന്നത് ഭയങ്കര ചേഞ്ച് വരും. പക്ഷെ അങ്ങനെയല്ല, നമ്മളൊരു തണുപ്പുള്ളൊരു സ്ഥലത്ത് പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ എന്ത് ചെയ്യും, നമ്മൾ വെയിലൊന്നും ഏൽക്കുന്നില്ലല്ലോ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്കിൻ ടോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മുടെ സ്കിൻ ടോൺ. പക്ഷെ സ്കിൻ അണ്ടർടോൺ എന്ന് പറയുന്നത് എന്താണ്, ചേഞ്ച് ആവില്ല, അത് എപ്പോഴും നമുക്ക് സെയിം ആയിട്ടാണ് ഉണ്ടാവുക. ഇനി നമുക്കിപ്പോൾ ഈ സ്കിൻ അണ്ടർടോൺ നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചേരുന്ന ഡ്രസ്സസ് അതുപോലെ തന്നെ നമുക്ക് ചേരുന്ന ഫൗണ്ടേഷനൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഓൺലൈനായിട്ട് ഫൗണ്ടേഷനൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചില കമ്പനീസൊക്കെ അല്ലെങ്കിൽ ചില ഫൗണ്ടേഷനൊക്കെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ചാർട്ട് കാണാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഷെയ്ഡ്സിൽ തന്നെ ഉണ്ടാവും, ഇങ്ങനെ ഓരോ പല ഷെയ്ഡ്സിൻ്റെ പേരുണ്ടാവും. അപ്പോൾ നിങ്ങൾ വാം അണ്ടർടോൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലും നിങ്ങൾക്ക് കാരമൽ കൈൻഡ് അല്ലെങ്കിൽ ബേജ് അങ്ങനത്തെ നാച്ചുറൽ എന്നൊക്കെ പറയുന്ന കൈൻഡ് ഓഫ് ഷെയ്ഡ്സ് ഉണ്ടല്ലോ, ഈ ബേജ് ഷെയ്ഡ്സ് അല്ലെങ്കിൽ കാരമൽ
കൈൻഡ് ഓഫ് ഷെയ്ഡ്സ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് മാച്ച് ആയിട്ടുണ്ടാവുക. അതുപോലെ ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകൾ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ ഫൗണ്ടേഷൻ ഷെയ്ഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രസ്സ് അതിന് വേണ്ടിയിട്ടൊരു കോഡ് തന്നെ ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഓൺലൈനൊക്കെ ആയിട്ട് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ് കോഡ്, അതായത് നിങ്ങൾ ഏത് അണ്ടർ ടോൺ ആണെന്നുള്ളതിനനുസരിച്ചിട്ടുള്ള ടോണിനനുസരിച്ചിട്ടുള്ള ഏതൊക്കെ ഷെയ്ഡ്സ് നമുക്ക് മാച്ച് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ചാർട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നിങ്ങൾക്ക് ചേരുന്ന ഡ്രസ്സസ്, നിങ്ങൾക്ക് ചേരുന്ന ലെൻസസ്, നിങ്ങൾക്ക് ചേരുന്ന എല്ലാ ടൈപ്പ് സംഭവങ്ങളും ഫൗണ്ടേഷനും ഒക്കെ നിങ്ങൾക്ക് സ്യൂട്ടായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പം നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് പിങ്ക് കളേഴ്സൊക്കെയാണ് കൂടുതൽ സ്യൂട്ട് ആവുന്നത്, അല്ലെങ്കിൽ പിങ്ക് കൈൻഡ് ഓഫ് കളേഴ്സ്, അല്ലെങ്കിൽ എന്താ പറയുക ലൈറ്റ് ബ്രൗൺ പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈറ്റ് സ്കിൻ ടോൺ ഉള്ളവർക്ക് അത് കൂടുതലായിട്ട് അവരുടെ സ്കിൻ ടോണിന് കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കളേഴ്സ് ആണ്. ഇനി അതുപോലെ ഒരു യെല്ലോയിഷ് അല്ലെങ്കിൽ ഗോൾഡ് കൈൻഡ് ഓഫ് കളർ, റെഡ് കൈൻഡ് ഓഫ് കളർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വാം അണ്ടർ ടോൺ ഉള്ളവരുടെ കളറിനെ ഒന്നും കൂടി എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കളേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അതൊന്നുമല്ല, നിങ്ങളുടെ എന്താ പറയുക കുറച്ചും കൂടി ഡസ്കി സ്കിൻ ടോൺ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടേത് ഇപ്പം മീഡിയം അതുപോലെ ലൈറ്റ് സ്കിൻ ടോൺ, മീഡിയം സ്കിൻ ടോൺ, ഡസ്കി സ്കിൻ ടോൺ ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഡാർക്ക് ബ്രൗൺ കളർ അല്ലെങ്കിൽ ഡീപ്പ് മെറൂൺ കൈൻഡ് ഓഫ് കളേഴ്സ്, അങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെയാണ് ഡസ്കി സ്കിൻ ടോൺ ആണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കോംപ്ലിമെന്റ് ചെയ്യുന്ന കളേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് അണ്ടർ ടോൺ ബേസ് ആയിട്ടുള്ള ചാർട്ട് വെച്ചിട്ട് കണ്ടുപിടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടോണിന് ചേരുന്ന കളേഴ്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ നിങ്ങൾ ലെൻസ് ഒക്കെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം വാം അണ്ടർ ടോൺ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലൂ കളർ ലെൻസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും തന്നെ അത് മാച്ച് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ കൂൾ അണ്ടർ ടോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡ്സ് ഒക്കെ എന്ത് ചെയ്യാം ലെൻസ് ആയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾ വാം അണ്ടർ ടോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രൗൺ ഷെയ്ഡ്സ്, അതുപോലെ ഗ്രീൻ ഷെയ്ഡ്സ്, അതുപോലെ തന്നെ ഹേസൽ കളറൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് ലെൻസസ് ഒക്കെ നിങ്ങൾക്ക് സ്യൂട്ട് ആയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ കളർ ചെയ്യാൻ വേണ്ടി പോവാണ്, നിങ്ങൾ ഹെയർ കളർ ചെയ്യാൻ വേണ്ടി പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ബ്ലോണ്ട് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ബ്രൗൺ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഷെയ്ഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഫെയർ സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ബ്ലോണ്ട് ഷെയ്ഡ്സ് അല്ലെങ്കിൽ ബ്രൗൺ ഷെയ്ഡ്സ് ഒക്കെ നിങ്ങൾക്ക് കളർ ആയിട്ട്, അതായത് ഹെയർ കളർ ആയിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ വാം ടോൺ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാം അണ്ടർ ടോൺ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും എന്താ പറയുക ബ്ലാക്ക് കളർ, അതുപോലെ തന്നെ ബ്രൗൺ നിങ്ങൾക്ക് സ്യൂട്ട് ആവും. കൂടുതലും ബ്ലാക്ക്, ബ്രൗൺ അതുപോലത്തെ ഷെയ്ഡ്സ് ആയിരിക്കും നിങ്ങളുടെ ഹെയർ കളറായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ നന്നാവും. അതുപോലെ റെഡ് കളർ നിങ്ങൾ വാം അണ്ടർ ടോൺ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിന് സ്യൂട്ട് ആയിട്ടുള്ള ഒരു കളറായിരിക്കും റെഡ് ഹെയർസ് എന്ന് പറയുന്നത്. പിന്നെ ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് വാം അണ്ടർ ടോൺ മാത്രമല്ല, നിങ്ങൾ കൂൾ അണ്ടർ ടോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർന്ന് പോകുന്ന ഹെയർ കളർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ അണ്ടർ ടോൺ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞതോട് കൂടി തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് വീഡിയോ എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് മടിക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.